LGS എക്സാംസിൽ നിരന്തരമായി ചോദിക്കുന്ന രസതന്ത്രത്തിൽ നിന്നുള്ള ആവർത്തന പട്ടികയെക്കുറിച്ചാണ് ഇന്ന് നോക്കുന്നത്. ആവർത്തന പട്ടികയുടെ പിതാവാണ് ദിമിത്രി മെൻഡലീവ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് ഹെൻറി മോസ്ലി. മെൻഡലീവിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ലോതർ മേയർ ആണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിലാണ്. മോസ്ലി തന്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് ക്രമനമ്പർ നൽകി. ഇതിനെ അറ്റോമിക നമ്പർ എന്ന് വിളിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് നിയമം പരിഷ്കരിച്ചു. ആവർത്തന പട്ടികയിൽ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 118 മൂലകങ്ങളാണ്. ആവർത്തന പട്ടികയിൽ കുത്തനെയുള്ള കോളങ്ങൾ ഗ്രൂപ്പുകളെന്നും വിലങ്ങനെയുള്ള കോളങ്ങൾ പീരിയഡുകൾ എന്നും പറയും. ആവർത്തന പട്ടികയിൽ ആകെ 7 പീരിയഡുകളും 18 ഗ്രൂപ്പുകളും ആണ് ഉള്ളത്. ഒരു മൂലകത്തിലെ ഷെല്ലുകളുടെ എണ്ണവും പീരിയഡും നമ്പറും തുല്യമാണ്. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകും തോറും ആറ്റത്തിന്റെ വലിപ്പം ക്രമമായി കൂടുന്നു. ആവർത്തന പട്ടികയിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകും തോറും ആറ്റത്തിന്റെ വലിപ്പം ക്രമമായി കുറയും. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ക്വസ്റ്റ്യൻ ഇതുപോലെ ആവർത്തിച്ചു വന്നേക്കാം. ഓക്കെ, താങ്ക് യു.